ഈ ആഴ്ച ജിൻഡോ വളരെയധികം മാറിപ്പോയിരിക്കുന്നു. ജിൻഡോ ഒരു ടീമാനായി എന്നുള്ളതാണ് ഫിജോയുടെ കണ്ടുപിടുത്തം. പറയാനുള്ള കാരണം നമ്മൾ അർജുനും ഫ്രീദുമാണ് ജിൻഡോയുടെ ടീമിലെ മറ്റംഗങ്ങൾ. അവർക്കുള്ള വെള്ളവുമായിട്ട് വരുന്ന ജിൻഡോയെ കണ്ടാണ് ഫിജോ ഇങ്ങനെ പറയുന്നത്, ജിൻഡോ ചേട്ടൻ ഒത്തിരി മാറിയിരിക്കുന്നുവെന്ന്. അപ്പം അർജുൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ചേരേണ്ടവർ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്നുള്ളത്. അതുതന്നെയാണ് എനിക്കും തോന്നുന്നത്. ഫ്രീദു, അർജുൻ, ജിൻഡോ ഒരു യാതൊരുവിധ വഴക്കും വക്കാണോ ഒന്നുമില്ലാതെ ഇന്ന് നല്ലവണക്ക് ഗെയിം കളിച്ചു എന്നുള്ളതാണ്. അവരൊത്തൊരുമയായിട്ട് നിന്നു. അവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല. പക്ഷേ പവർ ടീം ജിൻഡോയുടെ, ഫ്രീദുവിൻ്റെയും അർജുൻ്റെയൊക്കെ ടീമിലിട്ടപ്പം അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞോളും എന്നാണ് വിചാരിച്ചത്. അതുകൂടാതെ ജിൻഡയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പണിയാണ്, ജിൻഡ ഒരു ടീമിലിടാൻ പറ്റത്തില്ല എന്ന് പ്രേക്ഷകരോടും അതുപോലെ തന്നെ മറ്റു മത്സരാർത്ഥികളോടും പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പവർ ടീം ഇവരെ 3 പേരെയും കൂടി ഇട്ടത്. പിന്നെ ജിൻഡോയെ സംബന്ധിച്ച് എന്ന് പറയുന്നത്, തനിക്കൊരു ബാഡ് ഇമേജ് ഉണ്ട്. ഒരു ടീമിലും അടങ്ങി ഒതുങ്ങി നിൽക്കത്തില്ല, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയുണ്ടാക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ജിൻഡോയുടെ ടീമായിരുന്നു യാതൊരുവിധ ഐക്യമില്ലാതെ അങ്ങോട്ടും ഓരോരുത്തർ തോന്നിയ വഴിക്ക് നടക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് ജാസ്മിൻ പുറത്തു പോയി, അതിന് പകരം അർജുൻ തിരിച്ചു വന്നു. അർജുൻ വന്നു കഴിഞ്ഞപ്പം ഇവർ 3 പേരും തമ്മിൽ നല്ല ഒത്തൊരുമയായി, ടീം നന്നായി കളിക്കുന്നു, ആദ്യത്തെ ടാസ്ക് വിജയിക്കുകയും ചെയ്തു. വേറൊരു കാര്യമുണ്ട്, ഫ്രീദുവും അർജുൻ കോംബോയുണ്ട്. അവർ വേണമെങ്കിൽ ഇത് ഒന്നിച്ച് നിന്ന് അടിച്ചു പിരിഞ്ഞോളൂ, അല്ലെങ്കിൽ ജിൻഡോ ഇതിനകത്ത് ഇടവിട്ട് അത് കുളമാക്കുമെന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെയുള്ള ടീമിനെ തന്നെ പ്രഖ്യാപിച്ചത്. അവരുടെ എല്ലാം എന്താ പറയുക, പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ജിൻഡുവും ഫ്രീദുവും അർജുനും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നീങ്ങുന്നത്. ആദ്യത്തെ ടാസ്ക് വിജയിച്ചു. ഇനി അവരുടെ ആലോചന എന്ന് പറയുന്നത് അടുത്ത ടാസ്ക് എങ്ങനെയും വിജയിച്ചെടുക്കുക എന്ന് തന്നെയാവും.